ഹായ് നമസ്കാരം, ഞാൻ പ്രീതി. വെൽക്കം ടു മൈ ചാനൽ പ്രീതി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ചിക്കനാണ്. എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു ബൗളെടുത്തു. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ 2 സ്പൂണ് കോൺഫ്ലവർ ചേർത്തു. അതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടിയും ചേർത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്തു. പിന്നെ 1 സ്പൂണ് സോയാ സോസ് ചേർത്തു. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ, ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നമുക്ക് മസാലകളെല്ലാം നന്നായി പിടിപ്പിച്ച് കൊടുക്കാം. ഇത് മസാല നന്നായിട്ട് ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഞാൻ മുഴുവൻ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അത് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. ഗാർലിക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. ആ പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ചേർത്തു. 1 സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 സ്പൂണ് ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ചേർത്തു. അതൊന്ന് നമുക്ക് വഴറ്റാം. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടണം. വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 സ്പൂണ് സ്പ്രിംഗ് ഓണിയനാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടു. അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇത് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണക്ക ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. കരിയാണ്ട് നോക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സോയാ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതൊരുവിധം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കണം. വെള്ളം നമുക്ക് പിന്നീട് കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടി വരും കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറി നമ്മൾ വെച്ച കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കോൺഫ്ലവർ ഒഴിച്ച് മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും.
അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണം, അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കം, ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി എരിഞ്ഞതാണ്, അതും കൂടി ഞാൻ ചേർത്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഈ സമയത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഗ്രേവിയെല്ലാം ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. അതായത് സോയാ സോസിലും ടൊമാറ്റോ സോസിലൊക്കെ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് നോക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഈ ഗ്രേവിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഗ്രേവിയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചൂടായി തിളച്ച് വരട്ടെ. നമ്മുടെ ഗാർലിക് ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒന്നൊന്ന് തിളക്കട്ടെ അതിൽ കിടന്നിട്ട്, ആ ഗ്രേവിയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കി ചേർക്കാം. കണ്ടോ, അതെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഗീ റൈസ് എന്തിൻ്റെ കൂടെ ആയാലും ടേസ്റ്റാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് ഗീ റൈസിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി അല്ലേ, എളുപ്പത്തിലല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ചിക്കനും കുറച്ച് മറ്റ് പൊടികളും സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം ഇതൊക്കെ ചേർത്ത് സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവാം. ഇത് എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ കമൻറ്റ് ബോക്സിലൂടെ. അപ്പം നമുക്കിത് കുറച്ച് മല്ലിയിലൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയില വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം നമുക്കിത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഒരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്, താങ്ക് യു.